പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗമെന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നാം സേവിക്കുന്ന നമ്മുടെ ദൈവമായ യഹോവ നമ്മെ വഴി നടത്തുന്നുണ്ടല്ലേ. ഓരോ ദിവസവും ആവശ്യമാകുന്ന സകലതും തന്ന് അവൻ നമ്മെ വഴി നടത്തുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അവൻ നമ്മെ സ്നേഹിക്കുന്നു. നമ്മെ ഒരു വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നമ്മെ നട്ടിരിക്കുക. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? നാം നല്ല മുന്തിരി കായ്ക്കണം, കാട്ടുമുന്തിരി കായ്ക്കരുത്. അങ്ങനെ ഒരു നല്ല ജീവിതം കാഴ്ചവെക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ നാം എഫേർട്ട് ഇടണം. അതിലൊന്നാണ് നമ്മുടെ പ്രാർത്ഥന. അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 12. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. എഡ്വിൻ ഓർ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നോ ഗ്രേറ്റ് സ്പിരിച്വൽ അവേക്കനിങ് ഹാസ് ബിഗൺ എനിവെയർ ഇൻ ദ വേൾഡ് എപ്പാർട്ട് ഫ്രം യുണൈറ്റഡ് പ്രയർ. എവിടെ ഒരു ഉണർവ്, എവിടെ ഒരു ആത്മീയ വിശാലത വന്നിട്ടുണ്ടോ? ആത്മീയ വിശാലത ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ ഭൗതിക വിശാലത ഉണ്ട്. പക്ഷേ മനുഷ്യൻ ഇന്നത്തെ കാലത്ത് ഭൗതിക വിശാലതയുടെ പുറകെയാണ് പോകുന്നത്, ഭൗതികത്തിൻ്റെ പുറകെയാണ് പോകുന്നത്. ഇല്ല ദൈവമക്കളെ, ഒരു സ്വർഗീയമായ കാഴ്ചപ്പാടോടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ആത്മീയമായിട്ടുള്ളൊരു ഉണർവ് നമ്മുടെ ലോകത്തിൽ സ്റ്റാർട്ട് ചെയ്യപ്പെടും. എവേക്ക് എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുക, ഉണർവ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ? സ്ലീപ്പ്. എന്നാൽ വേറൊരു വാക്കുണ്ടല്ലോ, റിവൈവ്ഡ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ? ഡെഡ്. ഇന്ന് പലരും മയങ്ങിയും ഉറങ്ങിയും ഡെഡായി പോയിക്കൊണ്ടിരിക്കുക. ഞാൻ പറയട്ടെ, കിങ്ഡം ഓഫ് ലൈറ്റ് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത് എവേക്ക് ആൻഡ് ലൈവായിട്ടിരിക്കുന്നിടത്തേ ഉള്ളൂ. അത്രയേ ഉള്ളൂ, വെളിച്ചം അത്രയേ ഉള്ളൂ. നമ്മൾ വി ആർ സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. അതായത് നമ്മൾ പുത്രന്മാരാ, നമ്മൾ പുത്രിമാരാ. മോസ്റ്റ് ഹൈ ഗോഡിൻ്റെ, വലിയവനായ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായി നാം ആയിരിക്കുമ്പോൾ നമ്മളും വെളിച്ചത്തിൻ്റെ കാരിയേഴ്സാണ്. നമ്മളും വെളിച്ചം ക്യാരി ചെയ്യണം, വെളിച്ചത്തെ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. വെളിച്ചത്തിൻ്റെ സ്വഭാവം നമ്മിൽ കാണണം. ഉണ്ടോ? ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അഡോപ്റ്റഡ് ചിൽഡ്രനാണ് നമ്മൾ. വി ആർ കോൾഡ് ടു നോട്ട് ഓൺലി ബി ദ ലൈറ്റ് ബട്ട് ടു ക്യാരി ദ ലൈറ്റ്. വെളിച്ചം ക്യാരി ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. DNA ജെനറ്റിക്കലി നമ്മെ നമ്മുടെ ഈ ലോകത്തിലെ പേരൻസുമായിട്ട് കണക്ട് ചെയ്യുന്നു അല്ലേ? അതുപോലെ ഡീപ്പ് വിതിൻ ആയിട്ട് നമ്മളിൽ ഓരോരുത്തരിലും ഒരു കണക്ഷനുണ്ട്. ആ കണക്ഷൻ നമ്മുടെ പിതാവാം ദൈവത്തോട്. അത് ഏത് വഴിയിൽ കൂടിയാണെന്നറിയാമോ? ഹോളി സ്പിരിറ്റിൽ കൂടി, പരിശുദ്ധാത്മാവിൽ കൂടി. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ ഇമേജിലാണ്, അവൻ്റെ ലൈക്ക്നെസ്സിലാണ്. നമ്മുടെ പിതാവിന് ഒരു ഹൃദയമുണ്ട് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി.
അങ്ങനെ നമ്മൾ അവൻ്റെ മകനായിരിക്കുമ്പോൾ, മകളായിരിക്കുമ്പോൾ, മക്കളായിരിക്കുമ്പോൾ നമ്മൾ അവനുമായിട്ട് ചോർന്നാണ് ഇരിക്കുന്നത്. ആൻഡ് വിത്ത് ഈച്ച് അതർ ത്രൂ ജീസസ് നമുക്കൊരു ബന്ധമുണ്ട്. ഞാൻ പറയട്ടെ, എന്നാൽ ജനത്തിനു വേണ്ടി ഒരു ഹൃദയം, പ്രാർത്ഥിക്കുന്നൊരു ഹൃദയം ഡെവലപ്പ് ചെയ്യാൻ പ്രിയ ദൈവത്തിലെ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പ്രേയർ ഇസ് ദ കണക്ഷൻ ദാറ്റ് കൾട്ടിവേറ്റ്സ് ദ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പിനെ വളർത്തിയെടുക്കാനുള്ള ഒരു കണക്ഷനാണ് പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥനയെ കാണുന്ന എത്ര പേരുണ്ട്? യേശുവിന് പിതാവുമായിട്ട് ഒരു വലിയ കണക്ഷൻ ഉണ്ടായിരുന്നു. ആ കണക്ഷൻ യേശു കർത്താവ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിരുന്നത് എങ്ങനെയായിരുന്നു വെച്ചാൽ പ്രാർത്ഥനയിലൂടെയായിരുന്നു. അതൊരു സ്പെഷ്യൽ കണക്ഷനായിരുന്നു തൻ്റെ പിതാവുമായിട്ട് തനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? അനേക സൂപ്പർ നാച്ചുറൽ പവർ റിലീസ് ചെയ്യുവാൻ തക്കണം പുത്രനാം ദൈവത്തിന് കഴിഞ്ഞു. യേശു കർത്താവിൻ്റെ അടുക്കൽ ചെന്ന ശിഷ്യന്മാർ ഒരിക്കൽ ചോദിച്ചു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ അത് കിടപ്പുണ്ട്. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കാര്യം. ആ എൻ്റെ ഭാഗം നിങ്ങൾ വായിച്ചാൽ ആ ദൈവവുമായിട്ടുള്ള കണക്ഷൻ പുത്രനാം ദൈവത്തിൽ സൂപ്പർ നാച്ചുറൽ പവർ റിലീസ് ചെയ്യുവാൻ, മിനിസ്ട്രി സക്സസ്ഫുള്ളായിട്ട് ചെയ്തെടുപ്പാൻ തക്കവണ്ണം എല്ലാം അത് ഇടയാക്കിയെങ്കിൽ ഓർത്തുകൊള്ളണമേ, നിനക്കും അത് സാധ്യമാകും. പറയുന്നത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അവർ ഫാദർ. പ്രൈസ് ഗോഡ്. അതാ യേശു കർത്താവും പറയുന്നത്, നമ്മുടെ പിതാവ്, നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പിതാവ്. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 2 വേഴ്സ് 11. വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും വിശുദ്ധീകരിക്കുന്നവനുമാണ്. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കുമെല്ലാം ഒരുവനല്ലോ പിതാവ്, അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. പ്രൈസ് ഗോഡ്. ഈ അവർ എന്നുള്ള വാക്കിന് പ്രാധാന്യം കൊടുക്കണം കേട്ടോ. അത് ഒരു ഡിവൈൻ കണക്ഷന്. സകലത്തെയും സൃഷ്ടിച്ച സകലത്തിനെ സൃഷ്ടാവായ ദൈവത്തോട് അടുത്തു വരുവാൻ തക്കോണം നമ്മെ ഇൻവൈറ്റ് ചെയ്ത ഒരു കണക്ഷൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്നാണ് വിളിക്കുന്നത്. അവർ ഫാദർ ഇൻ ഹെവൻ. എക്സ്ക്യൂസ് മീ, യു മീൻ ഗോഡ് ഈസ് ഇൻ സം ഫാർ അവേ ബീങ് വെയിറ്റിംഗ് ടു സ്മൈറ്റ് മീ ഇഫ് ഐ മെസ് അപ്പ്? നോ, ഒരിക്കലുമല്ല. ഹീ ഈസ് നോട്ട് എൻ ആംഗ്രി ഡാഡ്. God is a good father. ഹല്ലേലൂയ. പ്രാർത്ഥനയുള്ളൊരു ജീവിതം, സ്വന്തം അപ്പനുമായിട്ടുള്ളൊരു ജീവിതം, അത് നമുക്ക് പോസിബിളാണ്, അത് നമുക്ക് സാധ്യമാണ്. പരിശുദ്ധാത്മാവിനോട് ഒന്ന് പറയാമോ? ആ ദൈവ സാന്നിധ്യം എല്ലാത്തിലും, ഞങ്ങൾ ചെയ്യുന്ന എല്ലാത്തിലും, ചെറുതും വലുതാകുന്ന എല്ലാത്തിലും ഒന്ന് കൾട്ടിവേറ്റ് ചെയ്തെടുപ്പാൻ തക്കണം
ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമെന്ന് പറയുവാൻ നിങ്ങൾക്ക് കഴിയുമോ? തുടർമാനമായി പ്രാർത്ഥിക്കണം ദൈവമക്കളെ. നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. ഒറ്റയ്ക്കിരുന്ന് പ്രാക്ടീസ് ചെയ്യണം. നിൻ്റെ ജീവിതകാലം മുഴുവനും അത് ചെയ്യണം. ഏറ്റവും വലിയ മധ്യസ്ഥൻ ഈ ലോകത്തിലേത്? നമ്മുടെ യേശു കർത്താവ്. പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അവൻ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥനയിൽ കൂടെ ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ ദൈവം തൻ്റെ ഹൃദയം നമുക്ക് തുറന്ന് കാണിച്ചു തരും. അനേക പ്രാർത്ഥനാ വീരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ജോനാഥൻ എഡ്വേർഡ്സ്, ജോർജ് വൈറ്റ്ഫീൽഡ്, ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി, ഇവാൻ റോബർട്ട്സ്, ഇവരെല്ലാം വലിയ പ്രാർത്ഥനക്കാരായിരുന്നു. ആൻഡ്രൂ മുറേ, ഇവരെല്ലാം ഓർഡിനറി പീപ്പിളായിരുന്നു. പക്ഷേ അവരൊരു ഇൻറ്റിമേറ്റ് പ്രെയർ റിലേഷൻഷിപ്പ് എക്സ്ട്രാ ഓർഡിനറി ദൈവവുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയി. എന്തുണ്ടായി? അവരുടെ വിഷയങ്ങൾ മേലെല്ലാം വിടുതലുണ്ടായി. എവേക്കനിങ് ആൻഡ് റിവൈവൽ അവരുടെ സ്ഥലങ്ങളിലുണ്ടായി. ഒരു യുണൈറ്റഡ് പ്രയറിൻ്റെ തുടക്കമില്ലാതെ ഒരു സ്ഥലത്തും ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഉണർവിൻ്റെ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ തരണമേ. അതിനുവേണ്ടി ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ തക്കോണം ദൈവവുമായ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് പുത്രൻ്റെ നാമത്തിൽ കാര്യങ്ങൾ ചോദിച്ച് മേടിപ്പാൻ തക്കോണമുള്ള ആ വലിയൊരു റിലേഷൻഷിപ്പിൻ്റെ ആഴത്തിലേക്ക് ഞങ്ങളെ ദിവസങ്ങളിൽ കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.